PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്നുള്ള പേര് മാറി ഇപ്പോൾ PMOS ആയിട്ടുണ്ട്, അഥവാ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. ഓക്കെ, ഈ നെയിം മാറ്റം എന്തിൻ്റെ പേരിലാണെന്നല്ല. ഇപ്പം ഇക്കഴിഞ്ഞ മെയ് 12 പബ്ലിഷ് ചെയ്ത ലാൻസെറ്റ് മാസികയിൽ ഇതേപ്പറ്റി ഡീറ്റെയിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യത്തെ പേര് ഈ PCOS എന്നുള്ള പേര് ഒരു മിസ്ലീഡിങ് നെയിമാണെന്നാണ് പറയുന്നത്. അതായത് ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഓവറിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന, ഓവറിക്കകത്ത് സിസ്റ്റ് ഉണ്ടാകുന്നത് കൊണ്ട് വരുന്ന ഒരു രോഗം എന്നുള്ള തെറ്റിദ്ധാരണയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പുതിയ പേരിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അതിനകത്ത് എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നുണ്ട്. അതായത് PC എന്നുള്ളിടത്ത് PMI, അതായത് M സ്റ്റാൻഡ്സ് ഫോർ മെറ്റബോളിക് ഡിസോർഡേഴ്സിനെയാണ് M എന്ന് സ്റ്റാൻഡ് ചെയ്തത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ അസുഖം ഓവറിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്നതല്ല, മറ്റ് സിസ്റ്റങ്ങളെയും കൂടി എഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ് എന്നുള്ള രീതിയിൽ ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരൊറ്റ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പേര് ചേഞ്ച് ആക്കിയിട്ടുള്ളത്. ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റ് പ്ലാനിലോ മറ്റൊന്നിലും മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം മറ്റ് സിസ്റ്റങ്ങളിൽ ഏതിലൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ PCOS എന്ന് പറയുന്നത് ഓവറിക്ക് പുറമെ നമ്മുടെ ലിവറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫാറ്റി ലിവർ പോലെ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഷുഗർ, ഡയബറ്റിക് പ്രോബ്ലംസ് വരുന്നുണ്ട്. പിന്നെ ഡെർമറ്റോളജിക്കൽ പ്രോബ്ലംസ്, അതായത് നമുക്ക് ആക്നെ, ഹെയർ ഫോൾ പോലുള്ള കംപ്ലയിൻസ്, അതുകൂടാതെ നമ്മുടെ സൈക്കോളജിക്കൽ ലെവൽ, അതായത് സ്ട്രെസ്സ്, ഡിപ്രഷന്, സ്ലീപ്പ് അപ്നിയ, ഇങ്ങനത്തെ കുറേ കണ്ടീഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം ഇതിലേക്കെല്ലാം ഒരു വിരൽ ചൂണ്ടുന്ന ഒരു നെയിമിംഗ് ആണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് കേട്ടോ, PMOS എന്നുള്ളത്. അപ്പോൾ പേരെന്തോ ആയിക്കോട്ടെ, എന്ത് നെയിമിൽ വിളിച്ചു കഴിഞ്ഞാലും അതിൻ്റെ പെത്തോളജി എല്ലാം സെയിമാണ്. നമുക്കത് മെഡിസിനിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.